നമ്മൾ കേരളത്തിൽ ഒരു ലാപ്ടോപ്പ് നിർമ്മിക്കുന്ന കമ്പനി ആരംഭിച്ചു എന്ന് വയ്ക്കുക. നമ്മൾ നിശ്ചയമായിട്ടും പരസ്യം കൊടുക്കണം. ഇല്ലെങ്കിൽ ആ സാധനം വിറ്റഴിക്കുക സാധ്യമല്ല. പരസ്യത്തിനനുസരിച്ചാണ് സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നത്. നമ്മൾ സാധനത്തിൻ്റെ പരസ്യം കൊടുത്തു, പല പത്രങ്ങളിലും കൊടുത്തു. നമ്മുടെ സാധനം ഇവിടെ ഉണ്ടാക്കുന്ന ലാപ്ടോപ്പ് വളരെ നല്ലതാണ്. പിന്നെ മറ്റു പല കമ്പനിക്കാരും ഉണ്ട്, അതെല്ലാം നല്ലതാണ്. അതായത് മറ്റേ ആപ്പിളിൻ്റെ നല്ലതാണ്, ഏസർ നല്ലതാണ് എന്ന് എല്ലാ കമ്പനിയുടെയും പറയും. അതെല്ലാം നല്ലതാണ്, അതുപോലെ ഞങ്ങളുടേത് നല്ലതാണ് എന്ന് പരസ്യം കൊടുക്കുമോ? നമ്മൾ കൊടുക്കുമോ? അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഇവിടെ നമുക്കിവിടെ കേരളത്തിലും ഇന്ത്യയിലും. അത് കൊടുക്കുന്നവന്മാരുടെ ബുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഒരു പ്രസംഗത്തിൽ ദിവസവും കേൾക്കുന്നതാണ് ഇതുപോലെയാണ് ഈ മതങ്ങൾ. ഈ മതങ്ങളെക്കുറിച്ച് ഹിന്ദു മതത്തിലുള്ളവർ പറയുന്നത് എല്ലാ മതവും നല്ലതാണെന്ന് അല്ലേ? മറ്റ് ലോകത്തിലേതെങ്കിലും ഒരു മതം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ മതം നല്ലതാണ്, ലോകത്തുള്ള എല്ലാ മതവും നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പം ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ളവരാണ് പറയുന്നത്. ഹിന്ദു മതത്തിലുള്ളവർ പറയും മറ്റെല്ലാ മതവും നല്ലതാണ്, ഹിന്ദു മതവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ സാധനം വിറ്റഴിക്കാൻ പറ്റുമോ? അതിന് വെയിറ്റ് കിട്ടുമോ? കൊള്ളാമെന്ന് തോന്നുമോ മനുഷ്യന്? എന്നാൽ പിന്നെ ഇതും നല്ല അതും നല്ല അതങ്ങ് വാങ്ങിച്ചാൽ പോരെ? എടാ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, കേരള പ്രോഡക്റ്റ്, നമ്മളുടെ കമ്പനിയാണ്, അതിൻ്റെ പേര് വിട്ട് നമ്മൾ ഇറക്കുക, പരസ്യം കൊടുത്തു പത്രങ്ങളിലെല്ലാം. ഞങ്ങളുടെ സാധനം നല്ലതാണ്, ബാക്കി കമ്പനിയെല്ലാം ഇറക്കുന്ന ഏസർ ഉൾപ്പെടെ എല്ലാ കമ്പനിയുടെയും നല്ലതാണ്, ലെനോവോ, ഏസർ, ആപ്പിൾ, ഇതെല്ലാം നല്ലതാണ്, ഞങ്ങളുടേത് നല്ലതാണ് എന്ന് പരസ്യം കൊടുത്താൽ ആർക്കും തോന്നുകയില്ലേ? എന്നാൽ പിന്നെ ഏസർ വാങ്ങിച്ചാൽ പോരെ? ഇത് വാങ്ങിച്ചാലും കുഴപ്പമില്ല, പിന്നെ അതങ്ങ് വാങ്ങിച്ചേക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഉള്ളതാണല്ലോ എന്നൊരു തോന്നല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും അത് വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഏതെങ്കിലും പ്രൈസ് കൂടെ ആയിട്ട് ഒരു സാധനം എക്സ്ട്രാ കിട്ടുക, ഒരു തേപ്പ് പൊട്ടിയോടെ കിട്ടുക. നിങ്ങൾ വാങ്ങുമ്പം ഇലക്ട്രിക് തേപ്പ് പൊട്ടിയോട് തരും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ അതുകൂടെ കിട്ടുമല്ലോ, അതാണെന്ന് വിചാരിക്കില്ലേ? ഒരു ലഘുവായ ഒരു ചെറിയൊരു സമ്മാനം കൂടെ ആരെങ്കിലും കമ്പനി കമ്പിച്ചാൽ നമ്മുടെ സാധനം വിറ്റഴിക്കാൻ പറ്റുമോ? എന്നതുപോലെ ഈ മണ്ടത്തരം ഞാൻ കേട്ടിട്ടില്ല. ഈ ലോകത്തിലാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ധാരാളം മതപ്രസംഗങ്ങളും മതത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഹിന്ദുക്കൾ എല്ലാവരും പറയും, പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയും എല്ലാ മതവും നല്ലതാണെന്ന്. മണ്ടത്തരം പറയിച്ച് പിന്നെ മതം മാറുന്ന എന്തിനാ? മതം മാറുന്നതിന് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? മതം മാറിയാൽ എന്താ? മതം മാറുന്നവന് മാറട്ടെ എന്നല്ലേ നമ്മൾ പരസ്യം കൊടുത്തത്. ഇതും നല്ലതാ, മറ്റു മതങ്ങളും നല്ലതാ, എന്നാൽ പിന്നെ അത് എടുത്താൽ പോലെ എന്ന് തോന്നും. അവളാകുമ്പോൾ ഒരു 19,000 രൂപ അവിടെ ആദ്യം കിട്ടും എന്നങ്ങ് തോന്നിയാൽ അതല്ലേ മനുഷ്യൻ പോവുകയില്ലയോ? എന്നിട്ട് മതം മാറുന്നത് തെറ്റാണ്, മതം മാറുന്നത് അവർ വഹിച്ചുകൊണ്ട് പോകുന്നതാണ്, അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഇവിടെ മണ്ടന്മാർ പരസ്യം കൊടുത്തേച്ച് അത് കേട്ടുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒക്കെ എന്ന് പറയാനുള്ള കാര്യമുണ്ടോ? തെറ്റല്ലേ അത്? അങ്ങോട്ട് പോയാൽ ഇവിടെ തൊട്ട് ഇന്നോട് പറയുന്നതല്ലേ, അങ്ങോട്ട് പോക്കോ, ഇതുപോലെ അതും നല്ലതാ, പിന്നെന്താ പോയാൽ? അതുകൊണ്ട് മതം മാറുന്ന ആൾക്കാർ എന്നിട്ട് എന്ത് പറയും? നാരായണ ഗുരുസ്വാമി പറഞ്ഞത് വേറൊരു ഉദ്ദേശത്തില്ല. അന്ന് അദ്ദേഹത്തെ പോലുള്ള ഈശ്വരനുല്ലനായ എന്ന് ലോകം മുഴുവൻ അറിയുന്നൊരു വ്യക്തി, അന്ന് തന്നെ അദ്ദേഹം ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയതാണ്. അറിഞ്ഞു തുടങ്ങിയ ഒരു വ്യക്തിക്ക് അത് പറയാനൊക്കെയല്ല. അന്നത്തെ ബ്രിട്ടീഷുകാരനല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, മേൽക്കോയ്മ. ബ്രിട്ടീഷുകാരന് കീഴിൽ നിന്നുകൊണ്ട് അവരുടെ മതം കൊള്ളുകയെന്ന് പറഞ്ഞാൽ അത് പുള്ളിയെ ദോഷങ്ങൾ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ബുദ്ധിപൂർവ്വം പറഞ്ഞതാണ്, അല്ലാതെ അതിന് താല്പര്യം. എന്നിട്ട് എന്തെങ്കിലും ഒരു പുസ്തകം പുള്ളി, അതായത് നാരായണ ഗുരുസ്വാമി എഴുതിയിട്ടുണ്ടോ മറ്റു മതങ്ങളെക്കുറിച്ച്? അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ, എല്ലാ പുസ്തകവും ഹിന്ദു മതത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും രചനകളും മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ മുഴുവൻ. ഏതെങ്കിലും ഒരു പള്ളി സ്ഥാപിക്കാൻ പുള്ളി പോയിട്ടുണ്ടോ?
സ്ഥാപിച്ചിട്ടുണ്ടോ? എല്ലാം ഹിന്ദുമത ക്ഷേത്രങ്ങളാണ് പുള്ളി സ്ഥാപിച്ചിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ചെയ്യുകയും ചെയ്തു. അതെന്താ, നല്ലതായിട്ടാണോ? എന്നാൽ പിന്നെ പുള്ളിക്കും അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? അദ്ദേഹം അങ്ങനെ ചെയ്യലായിരുന്നോ? ചെയ്തോ? ഇല്ല. അദ്ദേഹം അന്നത്തെ ഒരു ചുറ്റുപാടിൽ അത് പറയണം. അത്ര വലിയവനായ ഒരു മനുഷ്യനത് പറയണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഏത് മതവും നല്ലതാണെന്ന്. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് നടക്കുക. ആ മതത്തിൻ്റെ അനുയായികളിൽ ഒത്തിരി അങ്ങ് പോയി മറ്റു മതങ്ങളിലേക്ക്. അദ്ദേഹത്തിന് പറ്റുമായിരുന്നുള്ള അന്നത്തെ ചുറ്റുപാടിൽ. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പുസ്തകം മറ്റെന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ പോട്ടെ, ഇതെന്ത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാം വലിയ മൂല്യമുള്ളതല്ലേ. ആത്മോപദേശ ശതമെന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളും ചേർന്നതിൻ്റെ ഫലമല്ലേ ആത്മോപദേശ ശതമെന്നുള്ള ഒറ്റ പുസ്തകം. അത്ര മൂല്യമുള്ള എല്ലാ പുസ്തകങ്ങളും വേദങ്ങളുടെ സത്തെടുത്താണ് അദ്ദേഹം ആത്മോപദേശ ശതകം എഴുതിയേക്കുന്നത്. മുഴുവൻ മനഃശാസ്ത്രവും അതീന്ദ്രിയ മനഃശാസ്ത്രവും ചേർത്താണ് അദ്ദേഹം എഴുതിയത്. അത്ര ഉന്നതനായ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് പിന്നൊരു കഥ കാണും, ഒരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കാതെ ഇന്നും ഈ ഹിന്ദുമതത്തിലുള്ളവരെ എപ്പോഴും പ്രസംഗത്തിൽ പറയും, വേറെ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പറയുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ സാധാരണയിൽ സാധാരണ കുറച്ചുകൂടെ ലോ ലെവലിലെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർക്ക് ശരിയാണെന്ന് തോന്നുകയില്ലേ? എന്നിട്ടെന്തിനാണ് ഇനി മതം മാറുന്നതിന് ചീത്ത വിളിക്കാൻ പോകുന്നത്? മാറുന്നു പോലെ അത് നല്ല, ഇതും നല്ലതാണ് അത് പറഞ്ഞിട്ട് അവളോട് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യായം എവിടെയാ? അന്യായം പറയരുത്. ഒന്നാമത് ഈ അന്യായം പറഞ്ഞ് മനുഷ്യനെ വഴി തെറ്റിച്ചേച്ച് തെറ്റി പോകരുതെന്ന് പറഞ്ഞ് വഴി തെറ്റിച്ച് ആരാണ് വഴി തെറ്റിച്ചതെന്ന് ആനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെന്താ ഇങ്ങനെ ബുദ്ധി തെളിയാത്തത്? എന്താ ഈ ഗ്രൂപ്പിലുള്ളവർക്കേ ഉള്ളോ ഈ ബുദ്ധി തെളിച്ചം കുറവ്? ലോകത്തിൽ ഏതെങ്കിലും മതം പറയുന്നുണ്ടോ ഞങ്ങളുടെ മതം നല്ലതാണ്, ബാക്കി എല്ലാ മതവും നല്ലതാണെന്ന് പറയുന്നുണ്ടോ? നാരായണ ഗുരുസ്വാമി പറഞ്ഞ ആ ഒറ്റ ഉദ്ദേശത്തിലാണ്. അന്നേരത്തെ അദ്ദേഹത്തിൻ്റെ അത്രയും ഉന്നതനായ വ്യക്തിക്ക് അങ്ങനെ പറയാൻ പറ്റൂ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. പ്രവൃത്തി ഒന്നും അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം വിശ്വസിച്ചതും അദ്ദേഹം എഴുതിയതും പറഞ്ഞതും മുഴുവൻ ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് ഹിന്ദുമതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഏതും നല്ലതാണ്. അദ്ദേഹത്തിന് മറ്റേടൊന്നും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യരുതായിരുന്നോ? ചെയ്തില്ലല്ലോ. ഈശ്വരൻ തുല്യനായൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് സംസാരിക്കാൻ പറ്റൂ എന്നറിയാൻ പാടില്ലാത്ത അനുയായികളാണ് ഹിന്ദുക്കൾ. ഒരു ഗ്രൂപ്പ് തന്നെയല്ല, ഹിന്ദുക്കളുടെ എല്ലാ ഗ്രൂപ്പും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇതുപോലെ തന്നെ മതം മാറ്റത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഹിന്ദുക്കൾ, ഈ പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും മുഴുവൻ. എന്നിട്ട് മതം മാറ്റുന്നതാണെന്ന് പറഞ്ഞ് അവനെ ചീത്ത വിളിക്കുക, മാറുന്നവനെ തള്ളിക്കളയുക. അത് മണ്ടത്തരത്തിന് അങ്ങേയറ്റം കാണിക്കുക. ഇതെന്താ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത്? ഒരു സോഷ്യൽ മീഡിയ എടുത്താൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ പറയും എല്ലാ മതവും നല്ലതാണ് എന്ന് പറയും. എല്ലാ മതവും നല്ലതാണ്, പിന്നെ അതായാലും പോരെ. അതാകുമ്പോൾ ഒരു 50,000 രൂപ അവിടെ കിട്ടും. ഇതാകുമ്പോൾ ആരെന്നാ തരാനാ എന്ന് തോന്നുകയില്ലേ? കിട്ടുന്നതാട്ടെ എന്ന് തോന്നുകയില്ലേ? പലരിങ്ങനെ പറയുമ്പോൾ അത് ശരിയാണെന്ന് കുറേ ആൾക്കാർക്ക് തോന്നുകയില്ലേ? അന്യനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ദയവായിട്ടൊന്ന് ആലോചിക്കേണ്ടതാണ് ഇതെല്ലാം, ഈ വിഷയങ്ങൾ. ഓക്കെ.